നമസ്കാരം. ഇന്ന് വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാർട്ട് 2-ലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ് ഇന്ത്യ സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗം കൂടിയാണ്. നമ്മുടെ മാപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നാണ് കൂടുതലും വരിക. അതുകൊണ്ട് തന്നെ നല്ല പ്രാധാന്യത്തോടു കൂടി ഈ ഒരു സെഷനെ നിങ്ങൾ കാണണം. 6 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും ഇതിൽ നിന്ന് വരാം. 4 മാർക്ക് ഷുവറാണ്. ഓക്കെ, അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ കാണുക. ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയാണ്. അതിൽ 2006 ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഹിമാലയാസ് ആർ ഫോംഡ് ബൈ 3 പാരലൽ മൗണ്ടൻ റേഞ്ചസ്. ഐഡൻറ്റിഫൈ ദ സദേൺ മോസ്റ്റ് റേഞ്ച് എമംഗ് ദിസ്. ഇന്ത്യയുടെ നമ്മുടെ മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ചിട്ടാണ്, പർവ്വതനിരയെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. 3 അതിൽ എന്താണ് ഇവിടെ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, സദേൺ മോസ്റ്റ് റേഞ്ചിൻ്റെ പേരെഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 ഹിമാലയൻ പർവ്വതനിരകളാണുള്ളത്. അതിനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഫ്രം നോർത്ത് ടു സൗത്ത്. അതിൽ ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ഷിവാലിക്കാണ്. അപ്പോൾ അതിൽ ഏറ്റവും സദേൺ ഭാഗത്ത് വരുന്നത് ഷിവാലിക്കാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അതിൽ ഈസി ആയിട്ടുള്ള ഒരു ഉത്തരം. അടുത്തത് ഇവിടെ 23ാമത്തെ ചോദ്യമായിട്ട് 2006 ചോദിച്ചിരിക്കുന്നതാണ്. പെനിൻസുലർ പ്ലാറ്റ്യൂ ഓഫ് ഇന്ത്യ possess distinct characteristics. Make an analytical report to establish the statement. 8 മാർക്കിൻ്റെ സ്കോറായിട്ടാണ് 2006 കാണിച്ചത്. അതെത്രയായാലും എന്തായാലും ഉണ്ടാവില്ല. 6 മാർക്കാണ് മാക്സിമം ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾക്കറിയാം, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫിസിയോഗ്രാഫിക് ഡിവിഷനാണ്. ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്ന സ്ഥലമാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റു റീജിയൻ എന്ന് പറയുന്ന പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത്. ഒരുപാട് മിനറൽസ്, ധാതുക്കൾ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് സോയിൽ, അബണ്ടൻ്റ് ഓഫ് ബ്ലാക്ക് സോയിൽ നമുക്ക് കാണാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അതുപോലെ വളരെ സങ്കീർണമായ ഭൂപ്രകൃതിയുള്ള ചെറിയ ചെറിയ കുന്നുകളും മലകളും മുതൽ വലിയ ഉയരമുള്ള കുന്നുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അതിനനുസരിച്ചിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ജൈവ വൈവിധ്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. ധാരാളം നദികൾ ഈ ഒരു പ്രദേശത്ത് കൂടി ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ്. വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടും ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത 2008 ചോദിച്ചിരിക്കുന്നത് 6 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. ഹിമാലയൻ പർവ്വതനിരയുടെ ചിത്രമാണ്. ഹിമാലയൻ പർവ്വതനിരയുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവ ഏതെല്ലാമെന്ന് കണ്ടെത്തി ഈ പർവ്വതനിരകളിൽ കാണുന്ന പ്രധാനപ്പെട്ട ഫിസിയോഗ്രാഫ് ഫീച്ചേഴ്സിനെ കുറിച്ച് പ്രതിപാദിക്കുക എന്നുള്ളതാണ്. പർവ്വതനിരകളിൽ കാണുന്ന പ്രധാനപ്പെട്ട ഫിസിയോഗ്രാഫ് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഹിമാലയൻ പർവ്വതനിര എന്ന് പറയുമ്പോൾ നമ്മൾ 3 നിരകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, വിവിധ നിരകളെ കാണിച്ചു. ഇത് തീർച്ചയായിട്ടും ഇവ ഏതെല്ലാമെന്ന് കണ്ട് ഇവിടെ പർവ്വതനിരകളിൽ കാണുന്ന പ്രധാനപ്പെട്ട ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സിനൊക്കെ, അവിടെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി സവിശേഷതകളെ കുറിച്ചിട്ടൊക്കെ എഴുതണം. അത് നമ്മുടെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നൊക്കെ എഴുതാം. അത് നമ്മുടെ ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക് എന്നുള്ള ആ 3 ഡിവിഷൻസിലും അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ഏതൊക്കെയാണ്, കൊടുമുടികൾ ഏതൊക്കെയാണ്, അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതണം. അതിൻ്റെ ഉയരം എഴുതണം. ഓരോന്നിൻ്റെയും ഉയരം നമ്മൾ എഴുതണം. 6000 മീറ്ററിന് കൂടുതലുള്ളതാണ് ഹിമാദ്രി എന്നുള്ളതും 2500-നും 3000-നും ഇടയിലാണ് ഹിമാചൽ എന്നുള്ളതും. ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഏറ്റവും ശിവാലിക് എന്നുള്ള ആ ഒരു ക്രമവും. ഇത് ഏതൊക്കെ രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്നു, ഹ്യൂമൻ കൾച്ചറലിന് അതുപോലെ തന്നെ സോഷ്യൽ ലൈഫിനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നൊക്കെ ഇവിടെ വിശദീകരിക്കാവുന്നതാണ്. ഇതിനാണ് 6 മാർക്ക് ഉള്ളത്. ഇനി അടുത്തത് 6ാമത്തെ ഒരു ചോദ്യമായിട്ട്, നദികളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എക്കൽ നിക്ഷേപങ്ങൾ നിറഞ്ഞ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്നും അതിൻ്റെ ഉപവിഭാഗങ്ങൾ ഏതാണെന്നും കണ്ടെത്തി അതേക്കുറിച്ച് ഒരു ലഘു വിവരണം എഴുതുക. ഇത് 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരെ വരാവുന്നതാണ്. ഇവിടെ നമുക്ക് 3 മാർക്കാണ് കാണുന്നത്. ഗിവ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദ ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ ഫോംഡ് ബൈ ദ അലൂവിയൽ ഡെപ്പോസിറ്റ് ബ്രോഡ് ബൈ റിവേഴ്സ്. സ്പെസിഫൈ ഇറ്റ്സ് സബ് ഡിവിഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നോർത്തേൺ പ്ലെയിനിനെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നാണ്. ഇത് ശരിക്കും 3 നദികളാൽ രൂപീകൃതമാണ്. സിന്ധു, ഗംഗ, അതുപോലെ ബ്രഹ്മപുത്ര. അതുപോലെ തന്നെ ഇത് വ്യാപിച്ച് വരുന്നത് ഏകദേശം 3200 കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. നൈസർഗിക സസ്യജാലങ്ങളും അതുപോലെ തന്നെ വന്യജീവികളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. കൃഷിയിൽ പ്രധാനപ്പെട്ട ഗോതമ്പ്, നെല്ല്, അതുപോലെ തന്നെ കരിമ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. ജനസംഖ്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രദേശത്താണ്.
നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോർത്തേൺ പ്ലെയിനിനെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ബബർ റീജിയൻ, ടെറൈ റീജിയൻ തുടങ്ങിയ അതിൻ്റെ ഉപവിഭാഗങ്ങളെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്കിവിടെ സൂചിപ്പിക്കാവുന്നതാണ്. അത് അക്കോർഡിംഗ് ടു മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അടുത്തത് 8ാമത്തെ ഒരു ചോദ്യം, ഭൂപ്രകൃതി വ്യവസ്ഥയിലെ വൈവിധ്യതയാണ് ഇന്ത്യയുടെ സുപ്രധാന സവിശേഷത. ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ പരാമർശിച്ച് അവയിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് സവിസ്തരം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. 4 മാർക്കാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മാർക്കിൻ്റെ ചോദ്യം വരെ ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. നോർത്തേൺ ഹിമാലയൻ റീജിയൻ, നോർത്തേൺ പ്ലെയിൻ, അതുപോലെ തന്നെ പെനിൻസുലാർ പ്ലാറ്റ്യൂ റീജിയൻ, അതുപോലെ മരുഭൂമി പ്രദേശം, കോസ്റ്റൽ റീജിയൻ, തീരപ്രദേശം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദ്വീപ് സമൂഹം, ഇത്രയും എഴുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തെക്കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ 4 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ അത് 6 മാർക്കിൻ്റെ ചോദ്യം വരെ വരാൻ സാധ്യതയുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന. അടുത്തത് 6ാമത്തെ ഒരു ചോദ്യമായിട്ട് അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ദ്വീപുകളുടെ താരതമ്യം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കണം. അത് 3 മാർക്ക്. അതൊരു 3-4 മാർക്കിൻ്റെയൊക്കെ ചോദ്യമായിട്ട് നല്ല വരാൻ സാധ്യതകളാണ്. അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ദ്വീപുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. അറബിക്കടലിൽ ഏതാണ്? യെസ്, അൻഡമാൻ. അറബിക്കടലിലുള്ളത് ലക്ഷദ്വീപാണ്. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലുള്ളത് അൻഡമാൻ നിക്കോബർ ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 572ഓളം ദ്വീപ് സമൂഹങ്ങളുണ്ട്. സ്മോൾ ഐലൻഡ് ഗ്രൂപ്പാണ്, ചെയിൻ ഓഫ് ഐലൻഡാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതിന് വടക്ക് ഭാഗത്തുള്ള ഐലൻഡ് ഗ്രൂപ്പിന് അറിയപ്പെടുന്ന അൻഡമാൻ എന്നും തെക്ക് ഭാഗത്തുള്ള ഗ്രൂപ്പിന് അറിയപ്പെടുന്നത് നിക്കോബർ എന്നുമാണ്. ഈ വടക്കും തെക്കുമുള്ള ഈ ഐലൻഡ് ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു സ്മോൾ കോസ്റ്റൽ റീജിയൻസിന് പറയുന്ന പേര് 10 ഡിഗ്രി ചാനൽ എന്നാണ്. ഇനി നമ്മുടെ ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമൊക്കെ ഉള്ളതും ഈ അൻഡമാൻ നിക്കോബർ ദ്വീപിലാണ്. പിന്നെ പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ് ഇപ്പുറത്തെ ഭാഗത്തുള്ള, പശ്ചിമ ഭാഗത്തുള്ള, പടിഞ്ഞാറ് ഭാഗത്തുള്ള അറബിക്കടലിൻ്റെ ഭാഗമായിട്ടുള്ള ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇത് ഉഷ്ണമേഖല സസ്യങ്ങൾ ഒരുപാട് കാണും. മറ്റേ സ്ഥലത്തും കാണാം ഉഷ്ണമേഖല സസ്യങ്ങൾ, ഒരുപാട് കാടുകളാണ്. എങ്കിലും ഇവിടെയും ഉഷ്ണമേഖല സസ്യങ്ങൾ ഒരുപാട് കാണാൻ വേണ്ടി സാധിക്കും. ഏകദേശം 36ഓളം ഐലൻഡ് ഗ്രൂപ്പുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ 11 ജനവാസം ഉള്ളൂ എന്നുള്ളതാണ്. മിനിക്കോയാണ് ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക്. കവർത്തിയാണ് ഇതിൻ്റെ സ്റ്റേറ്റ് ക്യാപിറ്റൽ ആയിട്ട് അവിടെ ഉള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് 19ാമത്തെ ചോദ്യമായിട്ട് 2012 ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ തീരദേശ സമതലവും ദ്വീപുകളും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ പ്രസ്താവനയെ സ്വാധീനിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ തീരദേശ സമതലത്തിൻ്റെയും ദ്വീപുകളുടെയും പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, തീരദേശ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടും ഷിപ്പിംഗ്, തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട്, ചരക്ക് കടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള വാണിജ്യം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കടൽ വഴിയുള്ള, സമുദ്രം വഴിയുള്ള സഞ്ചാരമാണ്. ഇത്രയും കാര്യങ്ങൾ, അതുപോലെ തന്നെ ദ്വീപിൽ നടക്കുന്ന ജൈവ വൈവിധ്യങ്ങളുടെ സമ്പത്തും ഒക്കെ തന്നെ നിങ്ങൾക്കിവിടെ സൂചിപ്പിക്കാവുന്നതാണ്. ഇതാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ അടുത്തത് 2013 ചോദിച്ചിരിക്കുന്നത് 10ാമത്തെ, പ്രധാനപ്പെട്ട 3 ഹിമാലയ നദികളെ നിർമ്മിതമായ ഭൂപ്രദേശം ഏതെന്ന് കണ്ടെത്തി അതിനെ ഉപവിഭാഗമായി വേർതിരിച്ചൊരു ചെറുകുറിപ്പ് തയ്യാറാക്കുക. നേരത്തെ അത് സൂചിപ്പിച്ച ചോദ്യം, സെയിം ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നത് നോർത്തേൺ പ്ലെയിനുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി അടുത്തത് 2013 ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ഭൂപ്രകൃതി വിഭാഗത്തെ അതിൻ്റെ ഉപവിഭാഗങ്ങളോട് കൂടി വിശദമാക്കുക എന്നുള്ളതാണ്. 22 നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, നോർത്തേൺ ഹിമാലയത്തിൻ്റെ ബന്ധപ്പെട്ട ചോദ്യമാണ്, സെയിം ചോദ്യം തന്നെയാണ്. ഇനി അടുത്തത് 21ാമത്തെ 2014 ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള മാത്രം തീരപ്രദേശത്തെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ സൂചിപ്പിക്കേണ്ടത്. അത് ഏതാണ്? വെസ്റ്റേൺ ഭാഗത്തുള്ളത് കാണ്ഡല മുതൽ നമ്മുടെ കന്യാകുമാരി വരെയുള്ള ഭാഗമാണ്. അവിടെയുള്ള തീരപ്രദേശങ്ങളെ നമ്മൾ ഓരോരോ ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗുജറാത്ത് തീരം, അതുപോലെ തന്നെ കൊങ്കൺ തീരം, മഹാരാഷ്ട്ര ഉൾപ്പെടുന്ന കൊങ്കൺ തീരം, അതുപോലെ പിന്നെ മലബാർ തീരം, ഇങ്ങനെ ഉള്ള ഒരു ഡിവിഷൻ അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ആഴം കൂടിയ നദീമുഖങ്ങളാണ് ഇവിടെ ഉള്ളത്. ക്ലിഫുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നദിയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ അഗാധമായ താഴ്വരകളാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ടുകളൊക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണെന്നൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഇവിടെ ഇതാണ് ഇതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ലഘൂകരണം എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത 2014 ചോദിച്ചിരിക്കുന്ന ചോദ്യം 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇന്ത്യയിലെ ലിസ്റ്റ് ദ 6 മേജർ ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ, എക്സ്പ്ലെയിൻ ദ നോർത്തേൺ മോസ്റ്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ വിത്ത് ഈസ്റ്റ് വെസ്റ്റ് സബ് ഡിവിഷൻ. ഇന്ത്യയിലെ 6 ഭൂപ്രകൃതി വിഭാഗങ്ങളാണുള്ളത്. അവയെ പട്ടികപ്പെടുത്തിയിട്ട് എഴുതാം. നേരത്തെ ചോദിച്ച സെയിം ചോദ്യം തന്നെയാണ്. 6 ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്തായാലും പേര് നിങ്ങൾ ഓർത്ത് വെക്കണം എന്നാണ് ഈ ഒരു ചോദ്യ പേപ്പർ
അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പറുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അടുത്തത് അറബിക്കടലിൻ്റെയും ബംഗാൾ ഉൾക്കടലിൻ്റെ ദ്വീപ് സംഭവങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുക. നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ 2015 വീണ്ടും വന്നിരിക്കുന്നു. അടുത്തത് 2015 ഉത്തരേന്ത്യൻ സമുദ്രങ്ങളെ 2 സവിശേഷതകൾ എഴുതുക. നേരത്തെ സൂചിപ്പിച്ചതാണ്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളുടെ ഏതെങ്കിലും അലൂവിയൽ ഡെപ്പോസിറ്റാണ്, ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നതാണ് സ്ഥലമാണ്. കരിമ്പ്, ഗോതമ്പ്, അരി ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ സിറ്റികളുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇനി 2015 ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്താണ്? പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്. അത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഘട്ടവും ഈസ്റ്റേൺ ഘട്ടമാണ് ഉദ്ദേശിക്കുന്നത്. പശ്ചിമഘട്ടം വളരെ ഉയരം കൂടുതലാണ്. അതുപോലെ ധാരാളം നദികൾ ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നുണ്ട്. ആനമല അതിൽ ഏറ്റവും വലുതാണ്. പൂർവ്വഘട്ടം സ്വാഭാവികമായിട്ടും ഉയരം കുറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നല്ല മല തുടങ്ങിയ ഒരുപാട് ധാരാളം മലകളുള്ള സ്ഥലം കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട് 1-2 നദികളും ഇവിടെ നിന്ന് നർമ്മദ, താപ്തി പോലുള്ള നദികളൊക്കെ ഉത്ഭവിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. പിന്നെ അടുത്ത ചോദ്യം 2006 ചോദിച്ചിരിക്കുന്നത് ചേരുംപടി ചേർക്കുക. 2016 ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ്. ഹിമാലയവുമായി മാച്ച് ദ ഫോളോയിങ് ടൈപ്പാണ്. ഹിമാലയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഉപദ്വീപീയ ദ്വീപുകൾ. ഹിമാലയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നമുക്ക് ഇതിലേറ്റവും ചേരാൻ പറ്റുന്നത് ഈസ്റ്റേൺ ഹില്ലാണ്. പിന്നെ ഈ ഒരു കോളത്തിൽ ഹിമാലയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ നമുക്ക് നടത്തുന്നത് ഈസ്റ്റേൺ ഹിൽസ്, നാഗാ ഹിൽസാണ്. ഹിമാലയത്തിൻ്റെ ഭാഗമാണ് കിഴക്കൻ മലനിരകൾ, നാഗാകുന്നുകൾ, നാഗാലാൻഡ് പേര് വന്നത് അങ്ങനെയാണ്. ഇനി ഉപദ്വീപീയ പീഠഭൂമിക്ക് നമുക്ക് ഇത് മധ്യ ഉന്നത തടം ആണ് ഉപദ്വീപീയ പീഠഭൂമിയിലുള്ളത്. അതുപോലെ തന്നെ ഇതിലുള്ള രാജ്മഹൽ ഹിൽസ് ആണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദ്വീപുകളാണെങ്കിൽ മിനിക്കോയ് ദ്വീപ് ഒരു ദ്വീപാണ്. അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന ചാനലാണ് ഈ 11 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലക്ഷദ്വീപിൻ്റെ 2 ദ്വീപ് സമൂഹങ്ങൾ വേർതിരിക്കുന്ന ചാനലാണ് 11 ഡിഗ്രി ചാനൽ. അത് മാച്ചിൽ പറയുന്നത്. ഇനി അടുത്തത് 3ാമത്തെ ചോദ്യമായിട്ട് ബബർ ആൻഡ് ടറൈ റീജിയനെ കുറിച്ച് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? 2 മാർക്കുണ്ട്. ഇത് രണ്ടും നേരത്തെ പറഞ്ഞ ആ ഒരു നോർത്തേൺ പ്ലെയിനിൻ്റെ ഉപവിഭാഗങ്ങളായിട്ടാണ്. ബബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവാലിക് പർവ്വതത്തിന് സമാന്തരമായിട്ടുള്ളതാണ്. 8 മുതൽ 10 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ്. ഉരുളൻ പാറകളാണ്. ഇടുങ്ങിയ പ്രദേശമായതുകൊണ്ട് ഒലിച്ചു വരുന്ന ശക്തിയിലുള്ള വെള്ളം ഒലിച്ചു വരുന്ന ഇടുങ്ങിയ സ്ഥലത്ത് കൂടി വരുന്ന പാറകളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലമായിട്ട് അവിടെ നമുക്ക് എന്ത് പറ്റും? അവിടെയുള്ള നദികളൊക്കെ അപ്രത്യക്ഷമാകുന്നതാണ്. വലിയ ഉരുളൻ പാറക്കല്ലുകൾ ഉള്ളത് കാരണം ബബർ റീജിയൻ. നേരെ മറിച്ച് ടെറൈൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ഉടനെ പ്രത്യക്ഷമാകുന്ന ചതുപ്പ് നിലങ്ങളാണ്. അവിടെ ധാരാളം സസ്യജാലങ്ങളും വന്യജീവികളൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകത. അതാണ് ഈ ബബറും ടെറൈനും തമ്മിലുള്ള വ്യത്യാസമാണ്. ബബർ എന്ന് പറഞ്ഞ ഉരുളൻ കല്ലുകളാൽ നിർമ്മിതമായ ഭൂപ്രകൃതി വിഭാഗം. ടെറൈൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ചതുപ്പ് നിലങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ്. ഓക്കെ. ഇനി അടുത്തത് 2017 ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം. പല സവിശേഷം കൊണ്ടും ഇന്ത്യൻ പശ്ചിമ തീരസമുദ്രം പൂർവ്വ തീരസമുദ്രം വ്യത്യസ്ത പുലർത്തുന്നു. ഏതെങ്കിലും 3 വ്യത്യസ്ത സവിശേഷതകളുടെ പ്രസ്താവന സാധൂകരിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെൽറ്റകൾ ഫോം ചെയ്യുന്നതാണ്. കിഴക്കൻ തീരസമുദ്രത്തിൽ ഡെൽറ്റകൾ ഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പശ്ചിമ ഭാഗത്ത് പാറ പെട്ടെന്ന് വന്ന് വെള്ളം ഒഴുകിയെത്തുന്നത് ക്ലിഫ് പോലെയുള്ള പാറകളുടെ കൂട്ടമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആഴമേറിയ കടൽ നദീമുഖങ്ങളാണ് എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇവിടെ ഡെൽറ്റകൾ ഉണ്ടാവുന്നതാണ്. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇത് എഴുതാറുണ്ട്. അടുത്തൊരു ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. മാച്ച് ദ ഫോളോയിങ് ടൈപ്പിലാണ് വരുന്നത്. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, കിഴക്കൻ ഹിമാലയത്തിലുള്ള ഈ ഒരു ഭാഗത്തുള്ള ചോദ്യങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി 13ാമത്തെ സെയിമാണ് ബബർ മേഖലയാണ് പറഞ്ഞത്. 5ാമത്തെ ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ചോദിച്ചിരിക്കുന്നു. ഡോഡാബേട്ട നീലഗിരി ജില്ലയിലാണ്. നീലഗിരി കുന്നുകളിലാണ് ഡോഡാബേട്ട സ്ഥിതി ചെയ്യുന്നത്. ലാസ്റ്റ് ചോദ്യം ഇന്ത്യൻ മരുഭൂമിയുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. ഇന്ത്യൻ മരുഭൂമി നമുക്കറിയാം പാർട്ട് ഓഫ് നോർത്തേൺ ആരവല്ലിയുടെ നോർത്തേൺ ഭാഗത്താണ്. മഴ വളരെ കുറവാണ്. ഇവിടെ 25 സെൻറ്റിമീറ്റർ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സസ്യജാലങ്ങളും കാർഷിക മേഖലയൊക്കെ വളരെ അധികം സൃഷ്ടിച്ചു കിടക്കുന്ന പ്രദേശം കൂടിയാണ്. മണൽഭൂമികൾ ബർക്കൻ പോലുള്ള ഭൂ സവിശേഷതകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്.
ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. ഞാൻ കുറച്ച് സ്പീഡിൽ പോയതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു പാഠഭാഗമാണത്. നേരത്തെ പറഞ്ഞ പോലെ 6 മാർക്കിൻ്റെ ചോദ്യം വരാവുന്നതാണ്. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ടോപ്പിക്.